ഓക്കെ, ഗുഡ് മോർണിംഗ് എവരി വൺ. നമ്മുടെ സെക്കൻഡ് പാർട്ടാണ് നോൺ മെറ്റൽസ് എന്ന ചാപ്റ്ററിൻ്റെ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നൈട്രജനെ പറ്റിയിട്ടാണ്. നമുക്കറിയാം നൈട്രജൻ എന്ന് പറയുന്നത് മോസ്റ്റ് അബണ്ടൻറ്റ് ഗ്യാസ് ഇൻ അറ്റ്മോസ്ഫിയർ ആണ് അല്ലേ. നമ്മൾ എല്ലാ ജീവജാലങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളൊരു ഗ്യാസാണ് നൈട്രജൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ നൈട്രജൻ എത്ര തന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടെങ്കിലും നേരിട്ട് നമുക്കത് നൈട്രജനായിട്ട് എടുക്കാനുള്ള ഒരു കഴിവില്ല. അപ്പോൾ അതെങ്ങനെയാണ് നൈട്രജൻ എന്താണ് നമ്മുടെ പിന്നെ പ്ലാന്റ്സിനും എല്ലാവർക്കും എത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നൈട്രജൻ നമുക്കറിയാം നൈട്രജന് നേരിട്ട് കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മുടെ നൈട്രജൻ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഫസ്റ്റ് നൈട്രജൻ ഓക്സൈഡ് ആയിട്ട് മാറാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അറിയാം നമ്മുടെ നൈട്രജൻ്റെ ബോണ്ട് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിൽ ട്രിപ്പിൾ ബോണ്ടാണ്. അപ്പോൾ ഇടിയും മിന്നൽ ലൈറ്റനിങ് തണ്ടറിങ് ഒക്കെ വരുന്ന സമയത്ത് ഈ ബോണ്ട് അങ്ങോട്ട് ബ്രേക്ക് ചെയ്തിട്ട് 3 പ്രോസസ്സായിട്ട് മാറാണ്. ഫസ്റ്റ് നൈട്രജൻ ഓക്സിജനുമായിട്ട് നൈട്രജൻ ഓക്സൈഡായിട്ട് മാറുന്നു, ദെൻ വീണ്ടും ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നൈട്രജൻ ഡൈ ഓക്സൈഡായിട്ട് മാറുന്നു, ദെൻ അഗെയിൻ മഴയൊക്കെ വന്ന് വെള്ളത്തിലൊക്കെ കമ്പൈൻ ചെയ്തിട്ട് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നൈട്രിക് ആസിഡായിട്ട് മാറാണ്. ഈ ആസിഡാണ് നമ്മുടെ മണ്ണിലുള്ള ലെഗ്യുമിനസ് പ്ലാന്റ്സൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മുടെ അതിൻ്റെ പേരിൽ കളക്ട് ചെയ്തിട്ട് പ്ലാന്റ്സിന് എത്തിച്ച് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യമാണ്. പിന്നെ നൈട്രജൻ്റെ യൂസസ് അവിടെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് രാസവളം, അതേപോലെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും ബയോ ഫെർട്ടിലൈസേഴ്സും യൂസ് ചെയ്താൽ അല്ലെങ്കിൽ ആ ഒരു യൂസേജ് എങ്ങനെയാണ്, എത്രത്തോളം ഉപയോഗപ്രദമാണെന്നുള്ള കാര്യമാണ്. പിന്നെ നൈട്രജൻ്റെ ഉപയോഗം പറയുന്നുണ്ട്. പ്രൊഡക്ഷൻ ഓഫ് നൈട്രജനസ് ഫെർട്ടിലൈസേഴ്സ്, അതേപോലെ നമ്മുടെ വെഹിക്കിൾസിൻ്റെ ടയേഴ്സിലൊക്കെ ഉണ്ട്. അതൊരു 3 പോയിൻ്റെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അതേപോലെ ലിക്വിഫൈഡ് നൈട്രജൻ ആസ് എ റെഫ്രിജറൻറ്റ്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് വൺ ഓക്സിജനാണ്. ഓക്സിജൻ നൈട്രജനെ പോലെ തന്നെ വളരെ മോസ്റ്റ് അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്യാസാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഓക്സിജൻ ഇല്ലാതെ നമുക്ക് പറ്റില്ല അല്ലേ. ജോസഫ് പ്രീസ്ലി ആണ് ഡിസ്കവർ ചെയ്തതെങ്കിലും പിന്നീട് അതിന് നമ്മൾ ലവോയ്സിയാണ് ഓക്സിജൻ ഒരു പേര് കൊടുത്തത്. ഓക്സിജൻ എന്ന് പേര് കൊടുത്തത് ആൻ്റണി ലവോയ്സിയാണ് എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് നന്നായിട്ട് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടാസ്യം ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാംഗനീസ് ഡയോക്സൈഡും മാംഗനീസ് ഓക്സൈഡൊക്കെ ആയിട്ട് മാറും. കൂടെ നമ്മുടെ ഓക്സിജനും ഉണ്ടാവും. അതേപോലെ ഇമ്പോർട്ടൻസ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഓക്സിജൻ നമുക്കറിയാം. ഏതൊരു മെറ്റലും ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മെറ്റൽ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും അല്ലേ. നോൺ മെറ്റൽസ് കാർബണുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നുള്ളതും പഠിച്ചു വെക്കുക. പിന്നെ ഓക്സിജൻ്റെ യൂസേജ് നമുക്ക് പറയാതെ തന്നെ അറിയാം. ഹെൽപ്സ് ഇൻ കമ്പഷന് ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ നമ്മുടെ ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ യൂസ് ചെയ്യാം. ഇതൊക്കെ നമ്മുടെ ഓക്സിജൻ്റെ യൂസസ് ആണ്. പിന്നെ കമ്പഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു സബ്സ്റ്റൻസ് നമ്മുടെ എയറിൽ ബേൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ കമ്പഷൻ എന്ന് പറയാം. ഓക്കെ, പിന്നെ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് ഓസോണാണ്. O3 ആണ്. O3 മോളിക്യൂൾസാണ് ഓസോണിലുണ്ടാവുക. നമ്മുടെ അൾട്രാവയലറ്റ് രശ്മികൾ വരുന്നുണ്ടെന്ന് അറിയാമല്ലേ. നമ്മുടെ സൂര്യനിൽ നിന്നും with oxygen atoms formed combined with oxygen O2 molecules to form ozone അല്ലേ. O2 മോളിക്യൂൾസുമായിട്ട് കമ്പൈൻ ചെയ്ത് O3 ആയിട്ട് മാറാണ്. പിന്നീട് അൾട്രാവയലറ്റ് രശ്മികളുമായിട്ട് വീണ്ടും അഗെയിൻ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഓക്സിജനായിട്ട് തന്നെ മാറാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിങ്ങനെ സൈക്ലിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മൾ ഓസോൺ ഫോം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഓക്സിജനുമായിട്ട് ഫോം ചെയ്ത് O3 ആയിട്ട് മാറുന്നു. പിന്നീട് അൾട്രാവയലറ്റ് രശ്മികളിലുള്ള എനർജി കുറഞ്ഞ ആൾക്കാരുമായിട്ട് കമ്പൈൻ ചെയ്ത് O2 ആയിട്ട് മാറാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സ് ഞാൻ പറഞ്ഞു ഇങ്ങനെ സൈക്ലിക്കായിട്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഓസോണിനെ പറ്റി പഠിക്കാനുള്ളത്. ദെൻ അടുത്തതാണ് ക്ലോറിൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ പാർട്ടാണ് ക്ലോറിൻ എന്ന് പറയുന്നത്. ക്ലോറിൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ സാൾട്ടൊക്കെ NaCl നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഇവിടെ ക്ലോറിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. വില്യം ഷീലിയാണ് ക്ലോറിൻ ഡിസ്കവർ ചെയ്തതെന്നുള്ള കാര്യങ്ങൾ. അതേപോലെ ക്ലോറിൻ്റെ പ്രിപ്പറേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം ബാക്കിയുള്ള പ്രിപ്പറേഷൻ പോലെയല്ല ക്ലോറിനെ നമുക്ക് 2-3 പാത്രത്തിൽ കളക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. ഫസ്റ്റ് കോൺസെൻട്രേറ്റഡ് HCl കൂടെ നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ KMnO4 എടുത്തിട്ട് നമ്മൾ ബേൺ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ
അതിനെ വാട്ടറിലൂടെ കടത്തിവിടുന്നു. ദെൻ അഗെയിൻ നമ്മൾ H2SO4 സൾഫ്യൂരിക് ആസിഡിലൂടെ കടത്തിവിടുന്നു. ദെൻ അതിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ക്ലോറിനെയാണ് നമ്മളൊരു ജാറിൽ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്തിനാണ് നമ്മളിങ്ങനെ വാട്ടറിലേക്കും അതുപോലെ H2SO4 ഈ ഒരു ക്ലോറിനെ കടത്തിവിടുന്നത് എന്തിനായിരിക്കും? അതിൻ്റെ റീസൺ എന്താണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, നമുക്ക് ക്ലോറിൻ്റെ ബാഷ്പം ഉണ്ടാകും. ക്ലോറിൻ ബാഷ്പത്തിനെ നമ്മൾ റിമൂവ് ചെയ്യാനാണ്. ടു റിമൂവ് വേപ്പേഴ്സ് ഓഫ് HCl ആണ് നമ്മൾ വാട്ടറിലേക്ക് കടത്തി വിടുന്നത്. ദെൻ അഗെയിൻ അവിടെ നിന്ന് കിട്ടുന്ന ഗ്യാസിൽ നിന്നുണ്ടാവും വാട്ടറിൻ്റെ വേപ്പേഴ്സ് ഉണ്ടാവും. അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ H2SO4 കടത്തി വിടുന്നത്. ഓക്കെ, എന്നിട്ടാണ് നമ്മളൊരു ന്യൂ ക്ലോറിനെ പുറത്തേക്ക് വിടുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് എങ്ങനെയാണ് ബ്ലീച്ചിങ് ആക്ഷൻ നടക്കുന്നതാണ്. ഇപ്പോൾ ക്ലോറിൻ വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്താൽ മാത്രമേ ബ്ലീച്ചിങ് ആക്ഷൻ നടക്കുകയുള്ളൂ എന്നുള്ളത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. HCl HOCl ആണ് ഉണ്ടാകുന്നത്. HOCl എന്ന് പറയുന്നത് ഹൈപ്പോക്ലോറസ് ആസിഡാണ്. അതേപോലെ നമ്മൾ HCl ഫോം ചെയ്യുന്നത് പഠിച്ചു അല്ലേ. അപ്പോൾ ഈ ഹൈപ്പോക്ലോറസ് ആസിഡ് എന്ന് പറഞ്ഞാൽ വളരെ സ്റ്റെബിലിറ്റി കുറഞ്ഞ ആളാണ്. ഇത് അഗെയിൻ എന്ത് ചെയ്യും? ഡികമ്പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? നേസൻ്റ് ഓക്സിജനായിട്ട് മാറുന്നു. ഇതാണ് പിന്നെ ബ്ലീച്ചിങ് ആക്ഷൻ നടക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെയാണ് ഒരു ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, ബ്ലീച്ചിങ് പൗഡർ ഈസ് പ്രിപ്പയർഡ് ബൈ പാസിങ് ഡ്രൈ ക്ലോറിൻ ഗ്യാസ് ഓവർ ഡ്രൈ സ്ലേക്ക്ഡ് ലൈം അല്ലേ. അതായത് നമ്മുടെ CaOH എന്ന് പറഞ്ഞ സ്ലേക്ക്ഡ് ലൈമിലൂടെ നമ്മൾ ഡ്രൈ ക്ലോറിൻ ഗ്യാസിനെ കടത്തിവിട്ട് കഴിഞ്ഞാൽ നമുക്ക് ബ്ലീച്ചിങ് പൗഡർ കിട്ടും. ഓക്കെ, ലാസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാണ് നമുക്ക് കിട്ടിയ ഒരു സാധനം അതിൽ ക്ലോറൈഡിൻ്റെ അംശം ഉണ്ടോ അല്ലെങ്കിൽ ക്ലോറൈഡ് ആണെന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാമെന്നുള്ളതാണ്. ഒന്നുമില്ല, നമ്മുടെ NaCl AgNO3 ഡ്രോപ്പ് വൈസ് ഇറ്റിക്കുന്ന സമയത്ത് നമുക്കൊരു കേടി പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകുന്ന ഒരു വൈറ്റ് അവശിഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഉറപ്പിക്കുക അത് ക്ലോറിൻ്റെ പ്രസൻസ് ഉണ്ട്, അത് ക്ലോറൈഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ.